ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് സുനിത ടീച്ചറിന്റെ അടുത്താണ്. സുനിത ടീച്ചറിന്റെ അതിവിശാലമായ ഒരു പൂന്തോട്ടമാണ്. എല്ലാ കൃഷികളും ഉണ്ട്. എല്ലാ പിന്നെ ചെടിയുണ്ട്. അതുപോലെ ഔഷധമൂല്യമുള്ള വിവിധ ഇനം സസ്യങ്ങളുണ്ട്. ടീച്ചറിന്റെ അടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ടീച്ചറെ, ഈ ചെടിയുടെ ഒന്ന് പ്രത്യേകത അത് എന്തോന്ന് പറഞ്ഞേ. ഇത് ബൊഗൈൻവില്ലയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് ഫൈറോപ്പാൽ എന്നാണ്. ഇതിന്റെ പ്രത്യേകത കുറേ നാൾ ഇതിന്റെ പൂവ് പൊഴിയാതെ നിൽക്കും. നാടൻ വെറൈറ്റി അല്ല, പുതുതായിട്ട് ഇറങ്ങിയ ടൈപ്പാണ്. അതുപോലുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. കൂടുതൽ ഇവിടെ ബൊഗൈൻവില്ലാസ് ആണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഒരുപാട് റോസകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബൊഗൈൻവില്ലയാണ്. ഇത് ഫൈറോപ്പാൽ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഇതിന്റെ പൂവ് പൊഴിയാതെ നിൽക്കും. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതുപോലുള്ള ഹൈബ്രിഡ് വെറൈറ്റിയിലെ പുതിയ വെറൈറ്റീസ് കുറച്ച് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ടുള്ള നാടൻ വെറൈറ്റി അല്ല. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇതിനുള്ളത്. ഇത് അതുപോലുള്ള വെറൈറ്റീസ് ആണ്. ഇതൊക്കെ പല കളറിലുള്ളതാണ്. ഒരേ കളറിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് പൂത്ത് കഴിയുമ്പോഴത്തേന് ഇലകൾ തീരെ കുറവായിരിക്കും, നല്ല കളർഫുൾ ആയിരിക്കും. പിന്നെ ഇതൊക്കെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ലെന്നുള്ള ഒരു പരാതിയേ ഉള്ളൂ എനിക്ക്, എല്ലാ കാര്യങ്ങളൂടെ നോക്കുന്നത് കൊണ്ടേ. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതേ കളറിൽ തന്നെയുള്ള പല ചെടികളും ഉണ്ട്. കാണുമ്പം ഇത് രണ്ടും ഒരേ കളറാണെന്ന് തോന്നുമെങ്കിലും ഇലകൾ വ്യത്യാസമാണ്. അതിൻ്റെ അതുപോലെ പൂവിൻ്റെ സ്ട്രക്ചറും അതെല്ലാം വ്യത്യാസമുണ്ട്. കുറേ കളർ. ഈ ചെടി ഏതാണ് ടീച്ചറെ? ഇതിന്റെ പേര് അതിന്റെ ഇത് ഹാങ്ങിങ് ആയിട്ടും നട്ടു വളർത്താം. ഇതിന്റെ പേര് ഡയാന്തസ് എന്നാണ്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഇതിന്റെ പല കളറുകളുണ്ട്. ഇത്രയും കളറുകൾ 4 കളർ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ വേറെ 2-3 കളർ കൂടെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ്. ഇത് റിപ്പോർട്ട് ചെയ്തില്ല. ഇതും ഡയാന്തസിലെ തന്നെ ആ കാണിച്ച് അവിടെ ഹാങ് ചെയ്തിട്ടേക്കുന്ന അതിലെ തന്നെ വേറെ കളറുകളാണ്. പുതിയതായിട്ട് വാങ്ങിയതാണ്, റിപ്പോർട്ട് ചെയ്തില്ല. ഇത് അതുപോലെ തന്നെ ബൊഗൈൻവില്ലയിലെ വേറെ കുറച്ച് വെറൈറ്റി. അതും ഇനി വലിയ പോട്ടിലേക്ക് മാറ്റാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ടീച്ചറെ, ഇതിന്റെ ഒന്നും പേര് എനിക്ക് അറിയില്ല. ടീച്ചറിന് ഇതിന്റെയൊക്കെ പേരറിയെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള ചെടികൾ എന്ന് പറയാവോ? ഇതൊക്കെ ഇതിലെല്ലാം പൂവ് ഉണ്ടായിരുന്നതാണ്. ഇതിപ്പം മൊട്ടൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ. 2 കളറേ ഇപ്പോൾ ഉള്ളൂ. ഇതിന്റെ 5 കളർ എനിക്കുണ്ട്. വൈറ്റ്, വേറെ പിങ്ക്, റെഡ് തന്നെ 2 ലൈറ്റ് കളറും ഡാർക്ക് കളറും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ പൂവൊക്കെ കൊഴിഞ്ഞു പോയതാണ്. ഇനി ഉണ്ടാവുന്നതേ ഉള്ളൂ. ഇതിന്റെ പേര് ജെർബറ എന്നാണ്. ഇതൊക്കെ ബൊഗൈൻവില്ലയുടെ വേറെ കളറുകളാണ്. ഇത് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ്. ഈ ചെടിയും ഒരു വെറൈറ്റി ബൊഗൈൻവില്ലയാണ്. ഇതിന്റെ പ്രത്യേകത ഇതിൽ ഒരു ടൈം തന്നെ വൈറ്റ് കളറും ഉണ്ട്, അതിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ പേര് ചില്ലി റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതും വേറെ ടൈപ്പിലുള്ള ബൊഗൈൻവില്ലയാണ്. കൂടുതലും ബൊഗൈൻവില്ലാസ് ആണ് ഉള്ളത്. ഇത് മലേഷ്യൻ പ്ലാവാണ്. ഇതിലെ കുറേ ചക്കകൾ ഉണ്ടായിരുന്നതാണ്. ഈ കൊമ്പിലൊക്കെ ചക്ക ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇട്ടതാണ്. ഇനി ലാസ്റ്റിലുള്ള ചക്കയാണ്. ഇത് ചെറുതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചക്കകളൊക്കെ വലുതായിരുന്നു. ഇത് നല്ല ചക്കയാണ്. നല്ല മധുരമുള്ള നല്ല കളറുള്ള ചക്കയാണ്. ഇത് നട്ടിട്ട് ഇപ്പം 4 വർഷമായി. ഈ മാവ് നട്ടിട്ട്. കഴിഞ്ഞ വർഷം മാങ്ങ ഉണ്ടായിരുന്നു. നല്ല മധുരമുള്ള മാങ്ങയാണ്. ഈ പ്രാവശ്യം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഒരു ചെറിയ മാങ്ങ നിൽപ്പുണ്ട്. പൂവിട്ട് വരുന്നതേ ഉള്ളൂ. മാവിന്റെ പേര് കോട്ടൂർക്കോണം. നല്ല മധുരമുള്ള മാങ്ങ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഈ വർഷം ഒരു മെയ് മാസത്തോടു കൂടി ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവുകയുള്ളൂ. അദീനിയൻ ചെടികളാണ്. ഇത് 3 കളറുണ്ട്. റെഡ്, പിങ്ക്, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ളത്. പുതിയതായിട്ട് വാങ്ങിച്ച ചെടിയാണ്, റിപ്പോർട്ട് ചെയ്തില്ല. ഇതും പുതിയ വെറൈറ്റിയാണ്, ഹൈബ്രിഡാണ്. മുന്തിരിയാണ് ഇത് രണ്ടും. ഇത് ഇപ്പം കായ്ച്ച് നിൽപ്പുണ്ട്, ഫ്രൂട്ടായി വരുന്നു. ഇത് നെട്ടിട്ടേക്കുന്നതിൻ്റെ കാരണം കിളികൾ അല്ലെങ്കിൽ ഭയങ്കര ശല്യമാണ്, ഒന്നും വെച്ചേക്കത്തില്ല. കഴിഞ്ഞ ടൈമിൽ ഫ്രൂട്ട് ഉണ്ടായി ഒന്നും കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പം നെറ്റിട്ട് വെച്ചേക്കുന്നത്. ഇത് പുതിയ ഒരു ഇനം ചാമ്പയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിനകത്ത് സീഡില്ല. ഇടയ്ക്കിടയ്ക്ക് കായ ഉണ്ടാവും. ഇപ്പം കാ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം ആവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേനാണ്ട് അടുത്ത പൂവുണ്ടായി. നല്ല മധുരമുള്ള ചാമ്പയ്ക്കയാണ്. പേര് സപ്പോട്ട എന്നാണ്. സപ്പോട്ടയുടെ ഒരു 4 വെറൈറ്റീസ് ഉണ്ട്. ഇത് അതിൽ ഒരു വെറൈറ്റിയാണ്.
ഇത് ഡ്രമ്മിനകത്താണ് നട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എല്ലാം നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. വിളവായിട്ടില്ല, വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് സീഡ് ലൂബിയുടെ പുളിയുള്ളത് പണ്ട് മുതലേ ഉള്ളതാണല്ലോ, അതിന് പകരമുള്ള നല്ല മധുരമുള്ള ടൈപ്പാണ്. ഇതിന് ചവർപ്പും പുളിയൊന്നുമില്ല, നന്നായിട്ട് പഴുക്കണം, നല്ല മധുരമാണ്, പ്ലംസിൻ്റെ ടേസ്റ്റാണ്. ഇതും സീഡ് ലൂബിയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് പൂത്ത് വരുന്നതേ ഉള്ളൂ, ഇതുവരെ ഫ്രൂട്ട് ആയിട്ടില്ല. ഇത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നതാണ്. പനിക്കൂർക്ക എന്നാണ് ഇത് പേര്. കൊച്ചുകുട്ടികളുള്ള വീടുകളിലൊക്കെ മിക്കവാറും ഉണ്ടായിരുന്നു. ഇത് കുട്ടികൾക്കൊക്കെ പനി വരുമ്പോൾ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് വെള്ളത്തിൽ ചാലിച്ചൊക്കെ കൊടുക്കുന്നത് പനി കുറയാനും ഒക്കെ നല്ലതാണ്. അതേപോലെ ചുക്ക് കാപ്പി ഇടുമ്പോഴൊക്കെ ഇതിൻ്റെ ഇലയും കൂടെ ചേർത്ത് കാപ്പി ഉണ്ടാക്കുന്നതും നല്ലതാണ്. ഇതാണ് ക്യാബേജ് ആണ്. ടീച്ചറെ, ഈ ക്യാബേജിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഇത് നാടൻ ക്യാബേജ് ഐറ്റമാണോ? ഇത് തണുപ്പ് സീസണിൽ മാത്രം നമ്മുടെ നാട്ടിലേ ഉണ്ടാവുകയുള്ളൂ. ആ ഈ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്ത് നന്നായിട്ടുണ്ടാവും. ഇതിപ്പം ഇതിൻ്റെ ഹെഡ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ, ഫോർമേഷൻ ആയതേ ഉള്ളൂ. ബോൾ ആവണതിന് 1 മാസത്തിനകം ക്യാബേജ് ആവും. ഇതിന്റെ എന്തോ പ്രത്യേക വളം, പരിചരണം, കാര്യങ്ങളൊക്കെ? ഇത് ഇവിടെയുള്ള എല്ലാ ചെടികൾക്കും, പൂച്ചെടികൾക്കായാലും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും എല്ലാം ഞാൻ ഓർഗാനിക് വളങ്ങളെ യൂസ് ചെയ്യാറുള്ളൂ എന്ന് പറയും. ഇതിൽ ഇതാണ് ഇതിൻ്റെ കായ. ഇത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ, കുറേയും കൂടെ വലുപ്പമാവും. ഇതിൻ്റെ ഇരട്ടിയോളം വരും കായ. ഇതതിൻ്റെ ചെറിയ ഫ്രൂട്ട് ഫോർമേഷനാണ്. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. ഇത് കുക്കുംബറാണ്. ഇതിന് കുറേ കുക്കുംബർ കിട്ടിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റാണ്. ഇത് നന്നായിട്ട് വിളഞ്ഞതാണ്. ഇതിപ്പോൾ സൈസ് ചെറുതാണ്. നേരത്തെ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന നല്ല വലിയ കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തീരാറായി. ഇതിൻ്റെ പേര് സീറ്റ് അമ്പഴം എന്നാണ്. ഇത് നല്ലതാണ്. ഇത് എപ്പോഴും മിക്കവാറും കായ ഉണ്ടാവും. ഇത് അച്ചാറിടാനും അതേപോലെ ഫ്രൂട്ട് ആകുമ്പോൾ കുറേ വലിയ സൈസാവും. അവിടെയൊക്കെ വലിയ സൈസിലുള്ളതുണ്ട്. അവിടെ ഇതൊക്കെ പഴുക്കുമ്പോൾ ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, മധുരമുണ്ട്. ഇതിനകത്തൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ്. ഇത് വെറൈറ്റി പേരയാണ്, വലിയ ഫ്രൂട്ട് ആവുന്നതാണ്. ഒരെണ്ണം ഒരു 1/2 കിലോയിൽ കൂടുതൽ വെയിറ്റ് വരും. നല്ല ഫ്രൂട്ടാണ്, നല്ല മധുരമുള്ളതാണ്. ഇത് റംബൂട്ടാനാണ്. ഇതിൻ്റെ ഫ്രൂട്ട് ആകുന്ന ടൈം ആയില്ല. ഫ്രൂട്ട് ആകുമ്പോൾ ആവശ്യത്തിന് ഫ്രൂട്ട് കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. ഇത് കോളിഫ്ലവർ ആണ്. ഇത് ഞാൻ കവർ ചെയ്ത് വെച്ചേക്കുകയാണ്. ഇലകൾ തമ്മിൽ കൂട്ടി കെട്ടിയിരിക്കുകയാണ്. ചൂടടിച്ച് കളറ് മാറാതിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും. വീട്ടിൽ ഓർഗാനിക്കായിട്ട് വിഷമൊന്നും ഇല്ലാത്ത കോളിഫ്ലവർ ധൈര്യമായിട്ട് വിശ്വസിച്ച് കഴിക്കാം. അതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ നല്ല മധുരമുള്ളതാണ്. ഇത് പാകം ആകുന്നതേ ഉള്ളൂ. ഒരു 2-3 ആഴ്ചക്കകത്ത് ആകും. ഇതൊക്കെ ഏകദേശം പാകമായി വരുന്നതുമുണ്ട്. ഇത് നല്ല ഫ്രൂട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് മാംഗോസിനെ പറ്റി. ഫ്രൂട്ട് കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പേര് പുലാസാൻ എന്നാണ്. റംബൂട്ടാൻ്റെ ഫ്രൂട്ടിൻ്റെ പോലെ സാമ്യമുള്ളതാണ്. കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. അതിനെക്കാട്ടി മധുരമുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇതിൽ പൂക്കുന്നത്. ഇപ്രാവശ്യം കായ ഉണ്ടാവുമായിരിക്കും. ഇത് ഫ്രൂട്ട് ഫോർമേഷനാണ്. ഫ്ലവർ കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രൂട്ട് ആവും. ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അകം വൈറ്റ് കളറാണ്. മറ്റേ നേരത്തെ കാണിച്ചത് അകം പിങ്ക് കളറിൻ്റെയാണ്. ഇത് നല്ല മധുരമുള്ളതാണ്. വൈറ്റ് ആണെന്ന് കരുതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയല്ല. വീട്ടിലുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഫ്രഷായിട്ട് കഴിക്കുന്ന നല്ല മധുരമുണ്ട്. ഇത് മുന്തിരിയാണ്. ഇത് നല്ല ചുവന്ന കളറിലെ മുന്തിരിയാണ്. നല്ല ഡാർക്ക് കളറാവും. ഏകദേശം ബ്ലാക്ക് കളറിനോട് അടുത്ത കളറാവും, നല്ല ഡാർക്കായിട്ട്. അങ്ങനെ കുറച്ച് കുലകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മുന്തിരിയുടെ കുലകളാണ്. വേറെ ഉണ്ടായും വരുന്നുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. നല്ല മധുരമാണ്. കറിവേപ്പ് കുറച്ച് പൊക്കത്തിൽ പോയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നിർത്തിയതാണ്. ആവശ്യത്തിന് ഇലകളുണ്ട്. മറ്റുള്ള ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം വീഴുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് നിൽക്കുന്നു. ആവശ്യത്തിന് കറിവേപ്പില കിട്ടാറുണ്ട്. മഹക്കോട്ട ദേവ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഫ്രൂട്ടാണ് നല്ല രീതിയിൽ. ഇത് ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാനൊന്നും കൊള്ളില്ല. ഇത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യാനുള്ളതാണ്. അതായത് ഇത് നല്ല പിങ്ക് കളറാവും.
വിളയുമ്പോൾ നല്ല പിങ്ക് കളറാവും. അത് മുറിച്ച് പീസാക്കി വെയിലത്തിട്ട് ഉണക്കി അതിന് ഒരു 3-4 പീസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ സീഡ് ഓൺലൈനായിട്ട് വാങ്ങിയിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇന്ന് രാവിലെ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു പാകമായത്. അതെല്ലാം പറിച്ചെടുത്തു. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ പാകമാവും. നല്ല വലിപ്പമുള്ള വെണ്ടയ്ക്കയാണ്. തേയിലെന്ന് പറയുന്ന ചെടിയാണ്. ഇത് ഗൾഫിലൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് സീഡ് ഓൺലൈനായിട്ട് വാങ്ങിയിട്ട്. അപ്പം ഇത് നന്നായിട്ടുണ്ടായി. ഇത് തോരൻ വെക്കാനും ഒക്കെ നല്ലതാണ്. അതായത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബർഗറിനകത്തൊക്കെ ഇതിൻ്റെ ലീഫാണ് വെക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ആപ്പിൾ ചെറി എന്ന് പറയും. വൈറ്റമിൻ സി നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ടാണ്. ആപ്പിളിൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടായിരിക്കും ഇതിനെ ആപ്പിൾ ചെറി എന്ന് പറയുന്നത്. ഫ്രൂട്ടാകുമ്പോൾ നിറയെ ഫ്രൂട്ടാവും. ഇതിപ്പം പൂത്ത് വരുന്നുണ്ട്, നന്നായിട്ട് ഫ്ലവറുണ്ട്. പൂത്ത് കായ ആവുന്നതേ ഉള്ളൂ. ഇത് മിറക്കിൾ ഫ്രൂട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിൽ പുളിയുള്ള എന്ത് സാധനം കഴിച്ചു കഴിഞ്ഞാലും നല്ല മധുരമായിരിക്കും. ഇത് കണ്ട് ഇതിൻ്റെ ഫ്ലവറാണ്, ഫ്രൂട്ടായി വരുന്നു. ഒന്നൊരു കുറച്ച് ഫ്രൂട്ട് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. കിളികൾ വന്ന് രാവിലെ ചെറിയ കിളികളും കുരുവികളും എല്ലാം ഇതും കഴിക്കും. ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്. ഇതൊന്ന് കഴിച്ച് നോക്കാം. കഴിച്ചിട്ട് പുളിയുള്ള സാധനം കഴിച്ചാൽ മതി. ഞാൻ കഴിച്ചു നോക്കും. പുളിയുള്ള സാധനം ഇതിന് നല്ല മധുരമാണ്. ഇത് കഴിച്ചിട്ട് ഏത് പുളിയുള്ളത് കഴിച്ചാലും 1 മണിക്കൂറിനുള്ളിൽ പുളിയുള്ള എന്ത് കഴിച്ചു കഴിഞ്ഞാലും നാരങ്ങ, ചെറുനാരങ്ങ ഇല്ലേ, അത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. അതിന് കുരു കളയണം. കുരു അങ്ങ് കളഞ്ഞാൽ മതി. ഞാൻ പുളിയുള്ളത് കഴിച്ചു നോക്കട്ടെ. ഇത് അമ്പഴങ്ങയ്ക്ക് നല്ല പുളിയല്ല. നല്ല പുളിയത് അമ്പഴങ്ങ. ഇനി അതൊന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരം, നല്ല മധുരമായിരിക്കും. നല്ല മധുരം. എന്ത് ഇത് ഭയങ്കര പുളിയുള്ള അമ്പഴങ്ങയായിരുന്നു. ശരിയാ. അതിന്റെ പ്രത്യേകത അതാണ് അല്ലേ? 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂർ വരെ ഈ മധുരം തരുന്നത്. തൈര് കഴിച്ചാലും എല്ലാം നല്ല മധുരമായിരിക്കും. ടീച്ചറെ, ഇത്രയും ചെടികളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ട് എല്ലാം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. പക്ഷെ എനിക്ക് കുറെയൊക്കെ മനസ്സിലായിട്ടുള്ളു. അപ്പൊ ഈ ടീച്ചറിന്റെ ആ ഒരു ജോബിനെ കുറിച്ചും എല്ലാം ഒന്ന് പറയാം. ഞാൻ വള്ളികുന്ന് അമൃത ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി ടീച്ചറാണ്. സ്കൂളിൽ നിന്ന് വൈകിട്ട് വരുന്ന സമയത്താണ് ഞാൻ ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതൊക്കെ. സമയം കുറവാണ്, പക്ഷേ നമ്മൾ മനസ്സിൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് ഇത് തുടങ്ങിയത്. ഇപ്പം പച്ചക്കറികളായി, പിന്നെ പതുക്കെ പതുക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടു വളർത്തി. ഇപ്പം മുറ്റത്തോട്ടിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് കിട്ടാറുണ്ട് ദിവസവും. ടീച്ചർ കുട്ടികളോട്, നമ്മുടെ കേരളത്തിലുള്ള അല്ലെ നമ്മളെ ഈ കാണുന്നവരോടൊക്കെ ഈ പൂന്തോട്ട പരിചരണം, അവരും പൂന്തോട്ടത്തിൽ നമ്മുടെ ഈ ചെടികൾ ഇതൊക്കെ നടുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഇല്ലേ? അതിനെ കുറിച്ച് എങ്ങനെയാ പറയുക, ചെടികളുമായിട്ട് ഒരു ചെയ്യുന്നതിനെ കുറിച്ച്? അതെ, തീർച്ചയായിട്ടും. ഈ ചെടികളൊക്കെ പൂത്ത് ഉണങ്ങി നിൽക്കുമ്പോൾ നമുക്കത് കാണുന്ന വളരെ സന്തോഷമാണ്. നല്ല പോസിറ്റീവ് എനർജി കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്ത് അകത്തോട്ട് കയറാനായിട്ട് തോന്നത്തില്ല. ഈ ചെടികളെല്ലാം കണ്ട്, പൂച്ചെടികളാണേലും പച്ചക്കറികളാണേലും ഫ്രൂട്ട് പ്ലാന്റ്സും ഇതെല്ലാം കണ്ട് എൻ്റെ സമയം കുറേ പോകുന്നുണ്ട്. അവധി ദിവസങ്ങളിലാണ് ഞാൻ കൂടുതലും ഇവരെയൊക്കെ നോക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത്. എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളും ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ പഠിച്ചാണ് മുമ്പോട്ട് വരുന്നത്. ഞാനും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ആദ്യമേ ഞാനിത് എല്ലാം കൂടെ ഒന്നിച്ചല്ല നട്ടത്. എല്ലാം പതുക്കെ ഓരോ ചെറുതായിട്ടൊക്കെ തുടങ്ങിയാണ് ഇത്രയും ആയത്. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ മോളെ ടീച്ചറിന് പൂന്തോട്ടം കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. അപ്പൊ എല്ലാ നന്മകളും തരുന്നു. ഇനിയും പുതിയ പുതിയ വെറൈറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമസ്കാരം. താങ്ക് യു.